പത്തനംതിട്ട പറക്കോട് കഴിഞ്ഞ ദിവസം ഗാനമേളയ്ക്കിടെ ഉണ്ടായ രംഗങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാണ്. സംഘാടകരോട് അവസരം ചോദിച്ച് പാട്ടുപാടിയ പെൺകുട്ടിയെയും ഗാനമേള ട്രൂപ്പുകാരെയും വേദിയിൽ കയറി അപമാനിച്ചയാൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവം ഞെട്ടലുണ്ടാക്കിയെന്നും വിഷമിച്ച് മടങ്ങിയ പെൺകുട്ടിക്ക് ഇനിയുള്ള വേദികളിൽ അവസരം നൽകുമെന്നും കൊല്ലം ആസ്ഥാനമായ നൈറ്റ് ബേഡ്സ് എന്ന ഗാനമേള ട്രൂപ്പും വ്യക്തമാക്കി. 24-ാം തീയതി രാത്രി പത്തനംതിട്ട ജില്ലയിലെ പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു സംഭവമാണ്. അതിൽ ഒരു കുട്ടിക്ക് പാടാൻ അവസരം കൊടുത്തതിൻ്റെ പേരിലുള്ള ഒരു പ്രശ്നമാണല്ലേ. അതിൻ്റെ ആ ഗാനമേള ട്രൂപ്പിൻ്റെ ഉടമ ചേട്ടാ, എന്താണ് രാത്രി സംഭവിച്ചത്? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങളുടെ പെർമിഷൻ കൊടുക്കാന്നോ? ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. ഞങ്ങൾ കൊടുത്തത് ഇവിടുത്തെ നാട്ടുകാരാണ്. അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് ചുവന്ന ഷർട്ടിട്ട ചേട്ടമെന്ന് പറഞ്ഞുകൊണ്ടാ പാട്ട് കൊടുത്തത്. പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത്. അതെ. സ്വാഭാവികമായിട്ട് ഈ പ്രോഗ്രാമിന് ചെല്ലുന്ന സ്ഥലത്തൊക്കെ പാടാൻ കഴിവുള്ള കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് ചാൻസ് ചോദിക്കും. അപ്പം നമ്മൾ ചാൻസ് കൊടുക്കും. പക്ഷേ അത് സംഘാടകരുടെ പെർമിഷൻ എടുത്തിട്ട് അതൊരു രീതിയാണ്. അപ്പോൾ ഈ കുട്ടി ഒരു ചാൻസ് ചോദിച്ചപ്പോഴും ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞ് സംഘാടകരുടെ പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന ആ വൈറ്റ് ആൻഡ് വൈറ്റില്ലേ, അദ്ദേഹം ഗാനമേള തുടങ്ങി ഒരു 2-3 പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വന്ന് പറഞ്ഞ് അവരുടെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ ചാൻസ് കൊടുത്തു. രണ്ടാമത് അതേ സംഘാടകയിൽപ്പെട്ട തന്നെ വേറെ 2 പേരും പറഞ്ഞ് വേറൊരു ആൺകുട്ടിക്ക് ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്ത്. മൂന്നാമത് ഒരു പ്രായമായ ആൾ ഒരവസരം ചോദിച്ചു വന്നു. അപ്പോൾ ഞാൻ അവരോട് സംഘാടകരുടെ പെർമിഷൻ മേടിക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി ഒരു സംഘാടകനെയും കൊണ്ടുവന്നു. അതാണ് ഞങ്ങളുടെ ഭാഗ്യം. ഞങ്ങൾക്ക് പൈസ തരുമല്ലോ, അഡ്വാൻസ് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് പൈസ തന്ന അതേ വ്യക്തി തന്നെയാണ് ഈ മൂന്നാമത്തെ പ്രായമായ ആളിന് ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ അപ്പോഴ് ഈ മോള് അവിടെ നിൽക്കുക. ആ മോള് അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ എനിക്കിവിടെ ചാൻസ് മേടിച്ച് തരുമെന്ന് ചോദിച്ച്. അപ്പോൾ അദ്ദേഹം അത് കുട്ടിയുടെ അടുത്ത് ഡീറ്റെയിലൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചാൻസ് കൊടുത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് ആ കുട്ടി കയറി പാടുന്നത്. പാട്ട് പാടി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു നല്ല വാക്ക് പറയും, നന്നായില്ലെങ്കിലും പറ, അത് നമ്മുടെ ഒരു കടമയല്ലേ. അതിന് ഞാൻ മൈക്കെടുത്തപ്പോഴാണ് ഇദ്ദേഹം കയറി പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പം പക്ഷേ മൈക്കെടുത്തിട്ട് പുള്ളി എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ആരോട് പറഞ്ഞിട്ട് ചാൻസ് കൊടുത്തു എന്ന് ആ രീതിയിലാണ്. പിന്നെ വീഡിയോ കണ്ട കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ആ സംഭവം തന്നെ. ജനുവരി 13 തിരുവനന്തപുരത്ത് വാമനപുരം ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഉടയൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ആ കമ്മിറ്റിക്കാർ എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ പേര് അനിലെന്നാണ്, അല്ലേ പിന്നെ ആ കുട്ടിയെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം. 13 അനിലിൻ്റെയൊക്കെ പരിപാടിക്ക് ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കാമെന്ന് ചോദിച്ചു. വീണ്ടും പാടുമല്ലേ? അത് തന്നെയാണ് കാര്യം. ഒരു സംഘാടകൻ്റെ ഭാഗത്തു നിന്നല്ല ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് തിരുത്താൻ അവർ പൂർണ്ണമായും തയ്യാറാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ഒരു കുട്ടികളോട് പെരുമാറരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ആ മനുഷ്യനോട്, പ്രായമായ മനുഷ്യനോട് മുന്നോട്ട് വെക്കുകയാണ്. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.